ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് തേങ്ങ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ചിരകി എടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടതിൽ ബെല്ലൈക്കൺ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിപ്പോൾ ഇവിടെ അതിന് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര തേങ്ങകൾ വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഈ തട്ടിൻ്റെ ആ തട്ടിലാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഓട്ടോ ആയിട്ടുള്ള നമുക്ക് തട്ടുകൾ ഉണ്ടാവില്ല, അത് വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇതിൽ വെള്ളം വെച്ച് തട്ട് വെച്ചതിന് ശേഷം ആവി മേലേക്ക് ഇങ്ങനെ വരണം. ആ ഹോൾ കൂടെ ആവി മേലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ഈ 2 തേങ്ങ ഇതിലേക്ക് എടുത്ത് വെക്കുക. ആ എടുത്ത് വെച്ചതിന് ശേഷം നല്ല ആ തേങ്ങ ഒന്ന് ചൂടായി ആവി നല്ല വന്നതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെക്കുക. അടച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ആവി നല്ല ആവി പുറത്തേക്ക് വരുന്നവരെ 10 മിനിറ്റ് വെക്കുക. അതിൽ കൂടുതൽ വെക്കേണ്ട. അതിൽ കൂടുതൽ വെച്ചാൽ തേങ്ങ ഒരുപാട് വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് അത് എടുത്തതിന് ശേഷം പുറത്തെടുക്കുക. ഓരോ പീസായിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റിട്ടാൽ നമുക്ക് 2 തേങ്ങ ഉണ്ടെങ്കിൽ ആ 2 ഹോളിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓരോ പീസായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നല്ലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് മെല്ലെ അടർത്തി മാറ്റാം കേട്ടോ. ചൂട് നല്ല അറിയതിന് ശേഷം മാത്രം. ഇതിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അറിയതിന് ശേഷം ഞാൻ ആദ്യം ഇതുപോലെ ഒരു ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ മേലെ ഞാൻ കൊട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നിബുള്ളൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അടർത്തി കൊടുത്താൽ അത് നമ്മൾ ഈ കൊപ്രൊക്കെ എടുക്കില്ല അതേപോലെ അതുപോലെ നന്നായിട്ട് കിട്ടും. എല്ലാം തണുത്തതിന് ശേഷം മാത്രം, ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ഇതേപോലെ എടുത്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ ഇതേപോലെ അടർത്തി കൊടുത്താൽ തന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അടർന്ന് കിട്ടും കേട്ടോ. ഞാനിത് ഫുള്ളും അടർത്തി എടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനമാണ് അത് ക്യാമറ ഓൺ ആയിട്ടുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് അടർത്തി കിട്ടി. ചൂടായി തന്നെ അതുപോലെ കിട്ടും. ഒരു പണി എളുപ്പമാണ് എടുക്കാൻ കേട്ടോ. ഞാൻ അപ്പോൾ അതാ 2ഉം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ആ തൊലിയൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ തൊലി കളയണം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഇതാക്കി എടുക്കണം. ചിരകി കിട്ടിയതിന് ശേഷം അതൊരു കറുത്തത് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ചെത്തി കൊടുത്താലും മതി. അപ്പോൾ ഒരു പീലർ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ചിരടി കൊടുത്താലും ആ കറുപ്പ് കളറ് പോയി കിട്ടും. ഞാനിതിവിടെ 2 ഭാഗവും ഇതാക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കുക. അല്ലെങ്കിൽ തേങ്ങ നമ്മൾ പൊളിച്ചതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള പീസസ് ഉണ്ടാവില്ല, ആ തേങ്ങയുടെ ചിരട്ടോടൊക്കെ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് ഒരുപാട് കാലം അതേപോലെ നമുക്ക് ആവശ്യത്തിന് ഓരോ തേങ്ങയുടെ മുറിയെടുത്തിട്ട് ഉപയോഗിക്കാം. അത് ഫ്രീസറെടുത്തതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആവശ്യമുള്ള സമയത്ത് ഫ്രീസറിൽ നിന്ന് ഒരു മുറിയെടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കത്തി വെച്ചിട്ട് തന്നെ ചെറിയ പീസ് ഇതുപോലെ കുത്തി എടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ തന്നെ നമുക്ക് തേങ്ങ ചെറിയ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതാ അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തേങ്ങ ചിരകയിൽ എടുത്ത പോലെ തന്നെ ഇടില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഫ്രീസറിൽ കട്ട് ചെയ്ത തേങ്ങ നേരെ ഫ്രീസറിൽ വെക്കുക. ഓരോ മുറി എടുത്തിട്ട് ഇതുപോലെ 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുപ്പൊക്കെ അറിയതിന് ശേഷം ഈ കത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി എടുത്താൽ ഇതേപോലെ പീസാക്കി കിട്ടും. എന്നിട്ട് നമുക്ക് ആ ബ്ലാക്ക് കളറിനെ കളയുക. അല്ലെങ്കിൽ അതേപോലെ എടുത്തിട്ട് ഇതേപോലെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ അതും ഒരു ടിപ്പാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് അതിൽ ഇതേപോലെ തേങ്ങ വയ്ക്കുക. എന്നിട്ട് അതൊന്ന് ചൂട് വെള്ളത്തിൽ മുങ്ങെടുത്തിട്ട് തേങ്ങ മുറി അങ്ങനെ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് കുത്തിയെടുക്കാം കേട്ടോ. അത് ടിപ്പാണ്. ഇപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ ചെയ്ത് വെച്ചതാണ് കേട്ടത്. ഇത് നല്ല കട്ട് ചെയ്തിട്ട് ഞാനൊരു സിപ്ലോ കവറിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോക്സിൽ ടൈറ്റ് ബോക്സിൽ അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം തേങ്ങ എത്ര വേണോ അത്ര എടുത്ത് പുറത്ത് വെക്കുക. അതിന് ബാക്കി അപ്പം തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഈ ഫ്രീസറിൽ വെച്ചത് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം എടുത്തിട്ട് പുറത്ത് വെക്കുക. എന്നിട്ട് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് ചെയ്ത് വെച്ചാൽ കറിയൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.